DJI Mini 4 Pro ആ ഡ്രോണിന് 2 ടൈപ്പ് റിമോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ 2 ടൈപ്പ് റിമോട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് RC2 ഒന്ന് RC-N സീരീസിലുള്ള റിമോട്ടും. അപ്പം ആ RC2ഉം RC-N സീരീസും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ RC-Nൽ ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഡിസ്പ്ലേ ഇല്ലാതെ നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഐപാഡോ ടാബോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. പക്ഷേ RC2 റിമോട്ടിൽ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഡിസ്പ്ലേ നമുക്ക് വരും. അതുകൊണ്ട് നമുക്ക് ഫോൺ എപ്പോഴും എൻഗേജ് ആക്കി വെക്കേണ്ട ഒരാവശ്യം വരില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ RC2 എന്ന റിമോട്ടിനെ കുറിച്ചാണ്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഇതാണ് DJI RC2 വരുന്നത്. ഈ റിമോട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 5.5 ഇഞ്ച് നല്ലൊരു അടിപൊളി ഡിസ്പ്ലേ ഈ റിമോട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണ് എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ആ വിഷ്വൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ റിമോട്ടിൻ്റെ. പിന്നെ ഈ റിമോട്ടിൽ വരുന്ന ഒരു ബട്ടണാണ് ഹോം ആൻഡ് പോസ് ബട്ടൺ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡ്രോൺ പറപ്പിക്കുന്ന സമയത്ത് നോക്കാം. പിന്നെ വരുന്നത് സിനി മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, ഇങ്ങനെ 3 മോഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആൻറ്റിന, 2 ആൻറ്റിന ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഫോട്ടോ ബട്ടൺ, അതായത് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഈ ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡിന് വേണ്ടിയിട്ട് ഈ ബട്ടൺ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ താഴെ ഇവിടെ 2 ബട്ടൺ കാണാം നിങ്ങൾക്ക്. ഇവിടെ C1ഉം C2ഉം. ഇത് കസ്റ്റമൈസബിളാണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് എന്ത് യൂസ് ആണോ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനായിട്ട് ഇത് രണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള നമ്മുടെ ജോയ്സ്റ്റിക്ക് അത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഇത് ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് നമുക്കത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അതുപോലെ ഇതും നമുക്കതുപോലെ അഴിച്ചെടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൽ ഒരു USB-C പോർട്ട് വരുന്നുണ്ട്. അത് ഈ റിമോട്ട് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. പിന്നെ ഓൾറെഡി 32 GB മെമ്മറി വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് മൈക്രോ SD ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. അതൊരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ 2 വീല് വരുന്നുണ്ട്. അത് എന്തിനു ഉപയോഗിക്കുന്നതെന്നുള്ളത് നമ്മൾ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ചാർജ് കഴിയാറായെന്നെല്ലാം ഈ ഇൻഡിക്കേറ്ററിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.5 ഇഞ്ചസ് ആണ്. 1920x1080p ആണ് റെസൊല്യൂഷൻ വരുന്നത്. 10 പോയിൻറ്റ് മൾട്ടി ടച്ച് സ്ക്രീനാണ് ഈ RC2ൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3100 mAh 2 ബാറ്ററിയാണ്. അത് നമുക്ക് അഴിക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് 9 വോൾട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അതൊരു 1.5 മണിക്കൂറോളം സമയം എടുക്കും. അത് ഫുൾ കംപ്ലീറ്റ് ചാർജ് ആവാൻ. തീരെ ചാർജ് ഇല്ലെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ അതിൽ മുകളിലോ സമയം എടുക്കും ഇത് മൊത്തത്തിൽ ചാർജ് ആവാൻ. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം കണ്ടിന്യൂസ്ലി നമുക്ക് ഒരു ഫുൾ ചാർജിൽ ഒരു 3 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് DJI പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റിമോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കൂടുതലായിട്ട് നമുക്കത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്ഷൻസ് എന്തെല്ലാമെന്നും ഏതെല്ലാം ബട്ടൺ എന്തിനെല്ലാം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം ഇത് ഞാൻ എൻ്റെ എല്ലാം വീഡിയോസും ചെറുതായി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റും അത് ഡ്രോണുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതും അതിനെ കൂടെ ചിലപ്പോൾ അത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത്. അടുത്ത വീഡിയോ നമുക്ക് ഡ്രോണും ഇതുപോലെ ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഡ്രോണുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഫേംവെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈയിങ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് ആ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.